ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡ്രീം ഫ്രം മൈൻഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മഞ്ഞളും മുളകും ഗരം മസാല, ജീരകപ്പൊടി, അങ്ങനെയെല്ലാം, ഉപ്പ്, നാരങ്ങാനീര് എല്ലാം കൂടി ഇട്ടിട്ടുള്ള, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചെയ്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഞാൻ അത് തേച്ചൊക്കെ വെച്ചിരുന്നു. പിന്നെ ഒരു 2 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഉള്ളി, 4 പച്ചമുളക്, 2 മീഡിയം സൈസ് തക്കാളി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ മസാല ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ ബാക്കിയുള്ള ഓയിലാണിത്. അത് ഒഴിച്ചു കൊടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതിനുശേഷം അത് തികയില്ല എന്നുകൊണ്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കൂടും. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞിച്ചിട്ടുള്ള ഉള്ളി ചേർത്തു, 4 പച്ചമുളകും ചേർത്തു. വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തു. നല്ല പോലെ ബ്രൗൺ നിറത്തിൽ വഴയേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞൊരു ചൊയ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗോൾഡൻ കളറിൽ നല്ലൊരു സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ഉള്ളി. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ലൊരു സോഫ്റ്റായിട്ട് ചെറിയ ഗോൾഡൻ കളറിലൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമ്മൾ ബാക്കിയുള്ളവ ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടിയും വഴഞ്ഞു വരും. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് കുത്തിച്ചതച്ചതായാലും കുഴപ്പമില്ല, അതുപോലെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ അതിൻ്റെ ഒരു ചുവയൊക്കെ മാറി വരുന്നതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, 2 മീഡിയം സൈസ് തക്കാളി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അരച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം, അല്ലാതെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാനിങ്ങനെ ചേർക്കാനുള്ള കാരണം, നമുക്കിതിൻ്റെ തൊലിയൊന്നും നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ കിട്ടുമ്പോൾ അത് മാറ്റി വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും പലർക്കും. അപ്പോൾ ഇങ്ങനെ അരച്ചൊഴിക്കുമ്പോൾ അതൊന്നും കാണില്ലല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ മിക്സ് ആയിക്കോളും. ഇനി അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസാല കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. വേറൊരു മസാലയും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം മസാല ഇട്ടിട്ടുണ്ടല്ലോ. മുളകും മഞ്ഞളും അതുപോലെ ഗരം മസാല അതുപോലെ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ കുറേ മസാല ആയാലും നമ്മൾ ബിരിയാണിക്ക് ഭയങ്കര ഒരു കുത്തലായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇനി നമ്മളിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനും ഇതും കൂടിയും ഒന്ന് ജോയിനായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഇല്ല. അപ്പോഴാണ് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിട്ട് നല്ല ജോയിനായിട്ട് ഒന്ന് സോഫ്റ്റായി വരുള്ളൂ. അതിനുശേഷം നമ്മൾ എല്ലാം റെഡി ആയതിനു ശേഷം നമ്മളതിലോട്ട് മല്ലിയില അരിഞ്ഞതും കുറച്ച് നാരങ്ങാനീര്, 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാനീരിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തൈരുണ്ടെങ്കിൽ തൈരാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഇപ്പോൾ തൈരുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും കൂടും, നമ്മളുടെ ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും കൂടും. അപ്പം നമ്മുടെ ബിരിയാണി മസാല റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ വെക്കാനുള്ള കാരണം, നമ്മൾ മറ്റുള്ള പാനിൽ വെക്കുന്നതിനേക്കാൾ സോഫ്റ്റ്നെസ് കൂടും കുക്കറിൽ വെച്ചാൽ, അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ ബേ ലീഫ് അതൊക്കെ ഇട്ടിട്ട് കൊടുത്ത് അതൊന്ന് ഇതായതിന് ശേഷം അതിലോട്ട് കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്തു. ഇനി അതിലോട്ട് ഞാൻ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അത് തിളച്ചതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തു. നമ്മൾ നാരങ്ങാനീരില്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ചോറ് വിട്ട് നിൽക്കും, കട്ട കുത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്.
അപ്പോൾ അതിന് ശേഷം ഇത് നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വറുത്ത് വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരിയും മുഴുവൻ ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നതിൽ കാത്തിരിക്കാം. ഒരൊറ്റ വിസിൽ വന്നാൽ നമ്മൾ ഓഫാക്കിയിട്ട് ഒരു 3-5 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് എയർ കളഞ്ഞു കൊടുക്കണം. മുഴുവൻ എയർ പോവാൻ നിന്നാൽ നമ്മൾ ചോറ് വെന്ത് പായസമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒരൊറ്റ വിസിൽ അതിൽ ഓഫാക്കിയിട്ട് ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളതിന് വിസിൽ കളഞ്ഞിട്ട് വെക്കേണ്ടതാണ്. ഇനി നമ്മളിതിൽ ഡെക്കറേഷൻ പണിക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ത റെഡിയാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഓയിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോറല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ചേ ഉള്ളൂ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വരണം. ഒരു നല്ലൊരു ബ്രൗൺ കളറിലായി നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. നമ്മളെടുത്ത് മാറ്റുകയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ചോറ് നല്ല ചൂട്, നല്ല ആവി പറക്കുന്ന ചോറ് നല്ല കറക്റ്റ് വേവിൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ നാരങ്ങ നീരോ സോർക്കയൊക്കെ ഒഴിക്കുന്നത്. ഇനി ഈ ചൂടോടെ തന്നെ നമുക്ക് ദമ്മിടാൻ നോക്കാം. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ദമ്മിടാം. അപ്പോൾ ഞാൻ ഓൾറെഡി മസാല ഉണ്ടാക്കുന്നത് ദമ്മിടാൻ വേണ്ടിയിട്ട് വലിയൊരു പാനിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലെയറിലേ ഇടുന്നുള്ളൂ, കാരണം അത്ര ചോറല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ചോറുണ്ടെങ്കിൽ 2 ലെയറൊക്കെ ആക്കിയിടാം. അപ്പോൾ ഞാൻ കുറച്ച് ലെയറാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മളെല്ലാം നല്ലപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യാണല്ലോ നമ്മളുടെ ബിരിയാണി ടേസ്റ്റ് കൂട്ടുന്നത്. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഡെക്കറേഷൻ പണി തുടങ്ങാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മണവും രസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചോറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്ത, അതുപോലെ കശുവണ്ടി, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡെക്കറേഷൻ പണി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നല്ല അടിപൊളി ബിരിയാണി ദമ്മിലാവാൻ വേണ്ടി കത്തിരിക്കുകയാണ്. ഇനി നമുക്കതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ദമ്മും കൂടെ ചെയ്താൽ നമ്മളുടെ പെർഫെക്റ്റ് ചിക്കൻ ഈസി ബിരിയാണി റെഡിയായി. നമുക്കിത് ദമ്മിലാക്കിയിടാം. അപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ട് നമ്മളുടെ അടപ്പ് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ആവും. പിന്നെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് ദം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിലേക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.